Hi guys, welcome back. സോ ഇന്ന് ഞാൻ 8ാമത്തെ ദിവസം ക്വാറന്റൈനാണ്. ഓൾമോസ്റ്റ് എൻ്റെ ക്വാറന്റൈൻ ഡേയ്സ് 14 ദിവസത്തിൽ 8 ദിവസം കംപ്ലീറ്റ് ആയി. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, അതുകൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഈ ക്വാറന്റൈനിലിരിക്കുന്ന സമയത്ത് ഞാൻ ആമസോൺ എന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ട്. ഒരു മൊബൈൽ ഫോൺ ഗിംബലാണ്, അതായത് മൊബൈൽ ഫോൺ സ്റ്റെബിലൈസറാണ് വാങ്ങിച്ചത്. അതായത് നമ്മുടെ ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നേരം ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഷെയ്ക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെബിലിറ്റി നല്ല കറക്റ്റ് സ്റ്റേബിളായിട്ട് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് മൊബൈൽ ഫോൺ ഗിംബൽ. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് സിയൂൻ എന്ന് പറയുന്ന കമ്പനിയുടെ സ്മൂത്ത് 4 എന്ന് പറയുന്ന 3 ആക്സിസ് ഗിംബലാണ്. നോർമൽ ഒരു ഗിംബലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇതിനൊരു 3 ആക്സിസ് ഉണ്ടാവും. 3 മോട്ടോഴ്സാണ് അവിടെ വെച്ചിരിക്കുന്നത്. 3 ആക്സിസിലും ഓരോ മോട്ടോഴ്സ് ഉണ്ടാവും. ഈ മോട്ടോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് നമ്മൾ നടക്കുമ്പോൾ നമ്മളറിയാതെ ക്രിയേറ്റ് ആവുന്ന ആ ഒരു വൈബ്രേഷൻസിനെ ഇത് റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വൈബ്രേഷൻസ് റിഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ഔട്ട്പുട്ട് വീഡിയോസ് ക്ലിയർ ആയിട്ട് ഒരു വൈബ്രേഷനും ഇല്ലാതെ സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും ഒന്നും DSLR ഓൺ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം DSLRൻ്റെ ഒരു അത്യാവശ്യ ക്വാളിറ്റി DSLRന് 50,000 ഇന്ത്യൻ റുപ്പീസ് ആവും. അപ്പോൾ എല്ലാവരുടെയും DSLR വേണമെന്നില്ല. ഇപ്പോൾ നോർമലി വരുന്ന എല്ലാ ഫോൺസും, നമുക്ക് നോർമലി വരുന്ന എല്ലാ സ്മാർട്ട് ഫോണിലും നല്ല കിടിലം ക്യാമറ ആയിട്ടാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും 4K റെക്കോർഡിംഗ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഇരിക്കുന്ന മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ നല്ല ക്വാളിറ്റി വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഒരു ഗിംബലും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗിംബൽ യൂസ് ചെയ്തിട്ട് നമ്മളുടെ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഗിംബൽ അൺബോക്സ് ചെയ്യുകയാണ്. സോ മോഡേൺ വ്ലോഗ്സിൻ്റെ ഫസ്റ്റ് ടെക് വീഡിയോയിലേക്കും ഫസ്റ്റ് അൺബോക്സിംഗ് വീഡിയോയിലേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മോഡേൺ വ്ലോഗ്സ്. അപ്പോൾ ഗൈസ്, ഇതാണ് സിയൂൻ സ്മൂത്ത് 4 എന്ന് പറയുന്ന മൊബൈൽ 3 ആക്സിസ് ഗിംബൽ. അതായത് മൊബൈലിൽ വീഡിയോഗ്രാഫി ചെയ്യുന്നവർക്ക് മൊബൈൽ വീഡിയോസ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് കിട്ടാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോക്കസ്, പുൾ ആൻഡ് സൂം കേപ്പബിലിറ്റി, അതായത് ഈ ഗിംബലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹാൻഡ് വീലുണ്ട്. അത് വെച്ചിട്ട് ഫോക്കസും സൂമിങ്ങും നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോൺ ഗോ മോഡ് എന്ന് പറയുന്നത് സ്പോട്ട് മോഡാണ്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. പിന്നെ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ പറയുന്നത് അതിൻ്റെ ഒരു ബാർകോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. പിന്നെ ഇതിലെ ആക്സസറീസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് മൊബൈൽ ഗിംബലുണ്ട്, ഒരു ട്രൈപോഡുണ്ട്, ഒരു ചാർജിങ് കേബിളുണ്ട്, പിന്നെ ഇതിൻ്റെ ബോക്സാണ് അവർ കാണിച്ചേക്കുന്നത്. പിന്നെ ഇതിൽ വേറൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ 2 മോഡൽസാണ് അവൈലബിൾ, ഒരു ബ്ലാക്ക് മോഡലും ഒരു വൈറ്റ് മോഡലും. നമ്മുടെ ഇരിക്കുന്നത് ബ്ലാക്ക് ആണ്. പിന്നെ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്, ഫുൾ ഫോക്കസ് ആൻഡ് സൂം കേപ്പബിലിറ്റി ആൻഡ് ഫോൺ ഗോ മോഡ്, അത് സ്പോട്ട് മോഡ്. അപ്പോൾ നമ്മുടെ സിയൂൻ നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സീലുണ്ട്. ആ സീൽ നമ്മൾ റിമൂവ് ചെയ്യണം. സീൽ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ ആണെന്നുള്ളതിന് സിയൂന്ന് ഒരു പ്രിൻ്റ് ഇവിടെ വരുന്നതായിരിക്കും. ഇതാണ് സിയൂൻ്റെ ബോക്സ്. അകത്ത് ഉള്ളിലുള്ളൊരു തെർമോക്കോൾ ബോക്സാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സാണിത്. എൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ബുക്ക്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിയൂൻ്റെ ഈ ബുക്ക്ലെറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തുള്ളത് സർവീസ് കാർഡാണ്. സർവീസ് കാർഡ് ഇത് എവിടെയൊക്കെ സർവീസ് കിട്ടുന്നതാണ്. ജർമ്മനി, ഹോങ്കോങ്. നമുക്ക് പറ്റിയത് ദുബായിലുണ്ട്. UAE-ലുള്ളവർക്ക് ദുബായിൽ സർവീസ് ഉണ്ട്. അതുപോലെ ഇന്ത്യയിലും കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട ടെലിഫോൺ നമ്പർ, സോഷ്യൽ മീഡിയ, ഇമെയിൽ ID ആൻഡ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിനെപ്പറ്റിയാണ് ഇതിൽ പറയുന്നത്, സർവീസ് കാർഡ്. പിന്നെ ഉള്ളത് സ്മൂത്ത് 4 ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. അതായത് ഇതെങ്ങനെ ജസ്റ്റ് ന്യൂ ആയിട്ടല്ല നമ്മുടെ കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതായത് ഫസ്റ്റ് ചാർജിങ് മെത്തേഡ്, പിന്നെ ഇൻസ്റ്റാളേഷൻ, ടേൺ ഓൺ ആൻഡ് ഓഫ്, ഓപ്പറേഷൻ മെത്തേഡ്. ഇതിന് 4 ഓപ്പറേഷൻ മോഡ്സ് ആണുള്ളത്. അതിനെപ്പറ്റിയൊക്കെ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു ആപ്പ് ഉണ്ട്, ZY ആപ്പ് എന്ന് പറയുന്ന ആപ്പ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഗിംബൽ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് അതിനെപ്പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് നോട്ടീസ് ഓൺ ആൻഡ്രോയിഡ് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ വിത്ത് ZY പ്ലേ. അതായത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉള്ളവർക്ക് ZY പ്ലേ എന്ന് പറയുന്ന ആപ്പുമായിട്ട് എന്തൊരു കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ഉണ്ട്, അതിനെപ്പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം നമ്മുടെ സിയൂൻ്റെ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ 3 ആക്സിസ് സിയൂൻ ഗിംബൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്.
പിന്നെ അതിൻ്റെ ഒരു ചാർജിങ് കേബിളുണ്ട്, അതായത് നമ്മുടെ ഗിംബൽ ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു കേബിളുണ്ട്. അഡാപ്റ്റർ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഏത് അഡാപ്റ്റർ ആണെങ്കിലും മതി. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു അഡീഷണൽ ഒരു അഡാപ്റ്റർ ഇരിപ്പുണ്ട്, റഗ് ഗിയർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഏതാണെങ്കിലും മതി. USB കണക്ട് ചെയ്യുക. ഇതിൻ്റെ അടുത്ത എൻഡ് എന്ന് പറയുന്നത് USB-C ആയിരിക്കും. അത് ഗിംബലുമായിട്ട് അറ്റാച്ച് ചെയ്ത് ചാർജ് ചെയ്യാം. 3 hours ആണ് അവർ പറയുന്നത് ചാർജിങ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ട്രൈപോഡ് ഉണ്ട്, അതായത് ഗിംബലിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ച് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു ട്രൈപോഡ് ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പ്ലാസ്റ്റിക്കാണ് മെയ്ഡ്, പക്ഷേ നല്ല ക്വാളിറ്റി, നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഒരു മാറ്റ് ഫിനിഷാണ് ഇതിലൊക്കെ വരുന്നത്. പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഗിംബൽ, ഇതിലൊരു ഡെസിക്കൻ സിലിക്ക ജെല്ല് ഇട്ടിട്ടുണ്ട്, അതായത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി. ഇതിനകത്ത് എന്തെങ്കിലും മോയ്സ്ചർ ഇൻ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യാനായിട്ട് ഒരു സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 axis ഗിംബൽ. ഒരു റോട്ടറി വീലുണ്ട്, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ട്രിഗർ ബട്ടൺസ് ഉണ്ട്. നമുക്ക് ഇതിന് ടോട്ടലി 4 മോഡാണുള്ളത്. ഒന്ന് പാൻ ഫോളോ മോഡ്, പിന്നെ ഒരു ലോക്ക് മോഡുണ്ട്, അതുപോലെ തന്നെ വേറെ 2 മോഡുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബാക്ക് സൈഡിൽ 2 ട്രിഗർ ബട്ടൺ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഗിംബൽ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ 4 ഫിംഗറും മിഡിൽ ഫിംഗറും വെച്ചിട്ടായിരിക്കും അത് കൺട്രോൾ ചെയ്യുക. പിന്നെ ഇതിൻ്റെ 3 ആക്സസ്, ഫസ്റ്റ് ആക്സസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റൊട്ടേഷൻ, നമ്മൾ ചെയ്യുന്ന റൊട്ടേഷൻസ് കോമ്പൻസേറ്റ് ചെയ്യാനുള്ളൊരു മോട്ടറാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് മോട്ടർ ഇവിടെയാണ് വരുന്നത്. സെക്കൻഡ് മോട്ടർ ഇവിടെ വരുന്നു, അതുപോലെ തേർഡ് മോട്ടർ ഇവിടെ വരുന്നു. അതായത് നമ്മൾ XYZ 3 ആക്സസിൽ 3 മോട്ടർ അവർ വെച്ചിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്തിട്ട് വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഗിംബൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മൊബൈൽ ഫോൺ അറ്റാച്ച് ചെയ്തിട്ട് അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്, അതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് മൊബൈൽ ഫോൺ ഹോൾഡർ. ഇതിലായിരിക്കും നമ്മൾ മൊബൈൽ ഫോൺ അറ്റാച്ച് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ അറ്റാച്ച് ചെയ്യുന്നതിന് മൊബൈലിൻ്റെ ബേസ് ഈ റബ്ബറിൽ ടച്ച് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ അറ്റാച്ച് ചെയ്യാം. മൊബൈൽ ഫോൺ ഇതിനകത്തോട്ട് കയറ്റിയിട്ട് അടുത്ത സൈഡിലുള്ളതിൽ പിടിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക, മൊബൈൽ അകത്തേക്ക് കയറ്റുക, വിട്ട് റിലീസ് ചെയ്യുക. ജസ്റ്റ് മൊബൈൽ ഈസി ആയിട്ട് അകത്ത് ഹോൾഡ് ആയിട്ടുണ്ട്. മാക്സിമം താഴേക്ക് ഇറക്കി ഈ റബ്ബറിൽ ടച്ച് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിംബലിൻ്റെ ഈ ആക്സസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്തിട്ട് വിടരുത്, പയ്യെ നമ്മളിത് ഹോൾഡ് ചെയ്യുക. ഇതിൻ്റെ ബാലൻസ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഗിംബൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ബാലൻസ് ചെയ്ത് കൊടുക്കണം. ബാലൻസ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് അകത്തൊരു ലോക്കുണ്ട്, ആ ലോക്ക് ലൂസ് ചെയ്യുക. ലൂസ് ചെയ്തിട്ട് ഇത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് മൂവ് ചെയ്യുന്നതാണ്. ആദ്യം ഒരു പൊസിഷനിൽ വെച്ച് ചെയ്ത് നോക്കുക. ലോക്ക് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ബാലൻസ്ഡ് അല്ല, വീണ്ടും ലോക്ക് റിലീസ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, എന്നിട്ട് സ്ലോലി നോക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ആക്സസ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ആക്സസ് ആണ്. ഇത് മൊബൈൽ ഫോൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ പറ്റും. കുറച്ച് അപ്പ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുണ്ട്. വൺസ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഗിംബൽ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഗിംബൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഹൊറിസോണ്ടൽ പൊസിഷൻ അച്ചീവ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി പവർ ബട്ടൺ 2 സെക്കൻഡ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗിംബൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിപ്പം സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ കൈ മൂവ് ചെയ്താലും ഫോൺ മൂവ് ആവില്ല. ഇതാണ് ഗിംബലിൻ്റെ മെയിൻ യൂസ് തന്നെ. അതായത് നമ്മളുടെ വാക്കിങ്ങിലും റണ്ണിങ്ങിലും നമ്മൾ വരുത്തുന്ന ആ വൈബ്രേഷൻസ് ഇത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് 0 വൈബ്രേഷൻ ആക്കിയിട്ട് ഔട്ട്പുട്ട് തരും. കണ്ടോ, ഇത് ഒരു ആക്സിസിൽ നമ്മൾ മൂവ് ചെയ്താലും മൂവ് ആവുന്നില്ല, കൈ റൊട്ടേറ്റ് ചെയ്താലും ഫോൺ സ്റ്റഡി ആയിട്ട് തന്നെ ഇരിക്കും. അടുത്തായിട്ട് നമ്മുടെ ഫോൺ ഗിംബലുമായിട്ട് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇത് പോർട്രേറ്റ് മോഡിലേക്ക് മാറ്റുകയാണ്. ഗിംബൽ പോർട്രേറ്റ് മോഡിലാക്കുമ്പോൾ അതിന് ബാറ്ററി കുറച്ചുകൂടെ സേവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സ്റ്റാൻഡ് ബൈയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ചായ കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഗിംബൽ പോർട്രേറ്റ് മോഡിലോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മുടെ ഫോൺ ഗിംബലുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടതിന് ശേഷം ZY നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ZY പ്ലേ ആപ്പ് ഓപ്പൺ ചെയ്യുക. വൺസ് ആപ്പ് ഓപ്പൺ ആയതിനു ശേഷം കണക്ട് നൗ എന്ന് പറയുന്ന അതിലേക്ക് പ്രസ് ചെയ്യുക. നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഡിവൈസസിനെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ Zhiyun എന്ന് പറയുന്ന ഈ ഒരു ഗിംബൽ ഡിവൈസ് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഡിവൈസ് ലിസ്റ്റിൽ വന്നതിന് ശേഷം അതിൽ ടിക്ക് ചെയ്യുക, എൻ്റർ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫോൺ Zhiyun എന്ന് പറയുന്ന ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഫോൺ സ്റ്റാൻഡ് ബൈ മോഡിൽ നിന്ന് നോർമൽ മോഡിലേക്ക് മാറ്റുകയാണ്. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ഈ ആക്സസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. വീണ്ടും നമ്മുടെ നോർമൽ മോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഗിംബലിലേക്ക് ഞാൻ മൊബൈൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ പർപ്പസിന് വേണ്ടി ടെമ്പററി ഒരു ഫോണാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പവർ ഓൺ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പവർ ഓൺ ചെയ്യാൻ പോകുന്നു. പവർ ഓണിന് വേണ്ടി ഓൺ ഓഫ് ബട്ടണിൽ 2 സെക്കൻഡ്സ് പ്രസ് ചെയ്യൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ ഫോൺ സ്റ്റേബിൾ ആവുന്നത് കാണാം.
ഇപ്പം ഹൊറിസോണ്ടൽ പൊസിഷൻ അച്ചീവ് ചെയ്തു. ഇനി ഇതിന് 4 മോഡാണുള്ളത്. ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് പാൻ ആൻഡ് ഫോളോ മോഡ്. പാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാനിങ് ചെയ്യുന്ന ആ ഒരു മോട്ടോർ മാത്രം വർക്ക് ചെയ്യുന്നു, ബാക്കി 2 മോട്ടോഴ്സും ലോക്ക്ഡ് ആണ്. ആ മോട്ടോഴ്സിന് വരുന്ന വൈബ്രേഷൻസ് ക്യാമറയെ ബാധിക്കുന്നില്ല. സെക്കൻഡ് മോഡ് എന്ന് പറയുന്നത് ലോക്ക് മോഡാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ക്യാമറ വെച്ചിട്ട് അത് ലോക്ക് മോഡിലേക്ക് മാറ്റുകയാണെങ്കിൽ, ഇവിടെയാണ് ലോക്ക് മോഡ്, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ വെച്ചിട്ട് ലോക്ക് മോഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ ക്യാമറ ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതായത് 3 ആക്സിസും സ്റ്റേബിൾ ആവും. ഇനി ഏത് മൂവ്മെൻറ്റ് വന്നാലും ക്യാമറ വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ നിൽക്കും. ആ മൂവ്മെൻ്റ് ഒന്നും ക്യാമറയെ ബാധിക്കുന്നില്ല. ഇനിയുള്ളത് ബാക്ക് സൈഡിൽ 2 ട്രിഗർ ബട്ടൺ ഉണ്ട്. അത് മുകളിലത്തെ ട്രിഗർ ബട്ടൺ എന്ന് പറയുന്നത് ഫോൺ ഗോ മോഡ് എന്ന് പറയുന്നത്, അതായത് സ്പോട്ട് മോഡ്. ഏതെങ്കിലും ഒരു സ്പോട്ട് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ക്യാമറയാണ് ആവശ്യം. ആ സമയത്ത് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലോട്ടും ക്യാമറ മൂവ് ആവുന്നതാണ്. അതാണ് ഫോൺ ഗോ മോഡ്. നമുക്ക് പെട്ടെന്ന് ഒരു സ്പോട്ട് ആക്ഷൻ വരുമ്പോൾ പെട്ടെന്ന് ക്യാമറ മൂവ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ആ ആക്ഷൻ ക്യാമറയിൽ കിട്ടാതെ പോകരുത്. അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ടുള്ള ഇതാണ് വേണ്ടത്. അങ്ങനെ ഫോൺ ഗോ മോഡ്. താഴത്തെ മോഡ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ നേരം നമുക്ക് ചില സമയത്ത് ക്യാമറ മുകളിലോട്ട് കൊണ്ടുവരും, ചില സമയത്ത് താഴേക്ക് കൊണ്ടുവരും. ആ സമയത്ത് നമുക്ക് താഴത്തെ ബട്ടൺ ഞെക്കിയിട്ട് ക്യാമറ ആംഗിളിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ആ ആംഗിളിൽ ക്യാമറ ഫോളോ ചെയ്യുന്നതാണ്, സ്മൂത്ത് ആയിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും. ഏത് ഡയറക്ഷനിലും വന്നിട്ട് താഴത്തെ ബട്ടൺ ട്രിഗർ ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഫോൺ വീണ്ടും സ്റ്റേബിൾ പൊസിഷനിലേക്ക് വരും. നമ്മൾ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ പവർ സേവ് ചെയ്യാനായിട്ട് ഇത് താഴേക്ക് കൊണ്ടുവന്ന് ഈ മോട്ടോർ താഴോട്ട് കൊണ്ടുവന്നിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. ഇത് നമ്മുടെ ബാറ്ററി സേവ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 2-3 സാമ്പിൾ ഷോട്ട്സ് എടുത്ത് നോക്കാം. ഇൻഡോറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സോ ഇൻഡോറിൽ നമുക്ക് സ്റ്റേഴ്സ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന 2-3 സാമ്പിൾ വീഡിയോസ് എടുത്തിട്ട് ഗിംബൽ യൂസ് ചെയ്യാതെ നമുക്ക് 2-3 വീഡിയോസ് ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് വീഡിയോസ് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഗിംബലിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ ഉടൻ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആവുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ.